വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. KECB പെൻഷനേഴ്സ് കൂട്ടായ്മ ഡിവിഷൻ സമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന വെൽഫെയർ സമിതി കൺവീനർ KP പ്രദീപ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KECB പെൻഷനേഴ്സ് കൂട്ടായ്മ മൂവാറ്റുപുഴ ഡിവിഷൻ സമ്മേളനം സംഘടിപ്പിച്ചു. KECBയുടെ സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണം പവർ മാനേജ്മെന്റിന്റെ അപര്യാപ്തത മൂലമുള്ള ഭീമമായ വൈദ്യുതി വാങ്ങൽ ചെലവാണെന്നും അതിൽ നിയമാനുസൃത ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും പെൻഷനേഴ്സ് കൂട്ടായ്മ ആവശ്യപ്പെട്ടു. മേള ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന വെൽഫെയർ സമിതി കൺവീനർ KP പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ എല്ലാ മാസവും പെൻഷൻ കരുതുന്നത് KECBയുടെ റവന്യൂ എടുത്ത് തന്നെയാണ്. അത് മാസ്റ്റർ ട്രസ്റ്റിലേക്ക് കൈമാറി മാസ്റ്റർ ട്രസ്റ്റിൽ നിന്നാണ് വരുന്നത് എന്ന രീതിയിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആഴത്തിലല്ല വിഭാവനം ചെയ്തിരുന്നത് പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിലേക്ക് KECBയും ഗവൺമെന്റും പെൻഷൻ ബാധ്യതയ്ക്ക് ആനുപാതികമായ തുക നിക്ഷേപിക്കണമെന്നും അതിന്റെ പലിശയിലുള്ള തുകയിൽ നിന്ന് പെൻഷൻ നൽകണമെന്നും പറയാം. എന്നാൽ അതിനായി വാങ്ങിയിരിക്കുന്ന തുകയെല്ലാം തന്നെ KECB വകമാറ്റി ചെലവഴിക്കുകയും എല്ലാ വർഷവും റെഗുലേറ്ററി കമ്മീഷൻ ARR-പ്പെടുത്തി നമുക്ക് താരിഫ് അനുവദിക്കുന്ന തുക പോലും വകമാറ്റി ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഡിവിഷൻ പ്രസിഡന്റ് PO ജോർജ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി VP രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ സംഘടനയുടെ പശ്ചാത്തലവും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും ഇത് വിശദീകരിക്കേണ്ട ഒരു സംഘടനാ സാഹചര്യവും സാമൂഹിക സാഹചര്യവും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കേരളത്തിന്റെ വൈദ്യുതി മേഖലയിലാണെങ്കിലും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഇടയിലാണെങ്കിലും കേരളത്തിന്റെ പൊതുസമൂഹത്തിലാണെങ്കിലും ഭരണ തലത്തിലോ ജുഡീഷ്യറി തലത്തിലോ മാധ്യമ തലത്തിലോ ആണെങ്കിലും സംസ്ഥാനത്തിന്റെ സർവസ്പർശിയായ ഒരു സ്വരൂപമായി നമ്മുടെ സംഘടന മാറിയിരിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് VR രാജൻ, ജില്ലാ സെക്രട്ടറി ശിവദാസൻ PJ, ഗീത R നായർ, വിജയകുമാർ VR, വിജി ജോർജ്, പ്രകാശൻ AK, പത്മനാഭൻ CA എന്നിവർ പ്രസംഗിച്ചു. AK പ്രകാശ് പ്രസിഡന്റായും വിജയകുമാർ VR സെക്രട്ടറിയായും VG ജോർജ് ട്രഷററായും പുതിയ ഭാരവാഹികൾ തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.